ഇപ്പോൾ വരുന്നൊരു വാർത്ത, KSRTC ബസ്സിൽ ദിലീപിന്റെ സിനിമ പ്രദർശിപ്പിച്ചതിന്റെ പേരിൽ തർക്കവും പ്രതിഷേധവും. തിരുവനന്തപുരം തൊട്ടിൽപ്പാലം KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സിലാണ് ഇങ്ങനൊരു പ്രതിഷേധമുണ്ടായത്. CK അഭിലാൽ വിവരങ്ങളുമായിട്ടുണ്ട്. അഭിലാൽ, സമീപകാല സംഭവങ്ങളായിരിക്കും പ്രതിഷേധത്തിനുമൊക്കെ കാരണം. എന്താണ് ഉണ്ടായത്? പരിഹരിക്കപ്പെട്ടോ? പോലീസിന് നടപടി വന്നോ? ഇന്നലെയാണ് സംഭവം നടക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും തൊട്ടിൽപ്പാലത്തേക്ക് പുറപ്പെട്ട KSRTC ബസ്സിൽ കുടുംബസമേതം സഞ്ചരിക്കുകയായിരുന്നു പത്തനംതിട്ട സ്വദേശിനിയായിട്ടുള്ള രശ്മി ആർ ശേഖർ എന്ന ആൾ. ബസ് യാത്ര പുറപ്പെട്ട വേളയിൽ തന്നെ ബസ്സിൽ ദിലീപ് നായകനായിട്ടുള്ള ഈ പറക്കും തളിക എന്നുള്ള സിനിമ പ്രദർശനത്തിന് വെക്കുകയാണ് ഉണ്ടായത്. ഈ ഘട്ടത്തിൽ രശ്മിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ മകൻ ഈ വഷളന്റെ ചിത്രമാണല്ലോ സിനിമയിൽ പ്രദർശിപ്പിക്കുന്നത് എന്ന് തന്റെ മകൻ അഭിപ്രായപ്പെടുകയാണ് ഉണ്ടായതെന്നുള്ളതാണ്. തുടർന്ന് ഇവർ കണ്ടക്ടറോട് സിനിമ പ്രദർശനം ഒഴിവാക്കണം, ഒന്നുകിൽ ടെലിവിഷൻ ഓഫ് ചെയ്യണം, അതല്ലെങ്കിൽ മറ്റൊരു സിനിമ പ്ലേ ചെയ്യണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചു. പക്ഷേ കണ്ടക്ടർ ആദ്യഘട്ടത്തിൽ അതുമായി തയ്യാറായില്ല. തുടർന്ന് അടുത്ത സ്റ്റോപ്പ് എന്നുള്ള നിലയിൽ വട്ടപ്പാറയിൽ ഇറങ്ങാൻ നിർദ്ദേശം നൽകുകയും ടിക്കറ്റ് നൽകുകയുമാണ് ഉണ്ടായത്. എന്നാൽ ബസ്സിലുള്ള യാത്രക്കാരുടെ അഭിപ്രായം അവർ നേരിട്ട് തേടുകയും അതിൽ നല്ലൊരു ശതമാനം ആളുകൾ ദിലീപിന്റെ ചിത്രം കാണേണ്ടതില്ല എന്നുള്ള അഭിപ്രായം പങ്കുവച്ചു. എന്നാൽ കോടതി വിധിയിലൂടെ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ സിനിമ കാണുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ള നിലപാട് ചിലർ സ്വീകരിച്ചു എന്ന് പറയുന്നു. ചുരുക്കത്തിൽ ബഹുഭൂരിപക്ഷം പേരുടെയും നിലപാടിനൊപ്പം ജീവനക്കാർക്ക് നിൽക്കേണ്ടി വരികയും ദിലീപിന്റെ ഈ പറക്കും തളിക എന്നുള്ള സിനിമയുടെ പ്രദർശനം ബസ്സിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതാണ് രശ്മി ആർ ശേഖർ വിശദീകരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരമായിരുന്നു ഈ സംഭവം. ഇന്നലെ ഫാമിലി ആയിട്ട് കേശവദാസപുരത്ത് നിന്ന് അടൂരിലേക്ക് വരികയായിരുന്നു. പത്തനംതിട്ടയാണ് എൻ്റെ സ്വന്തം ദേശം. അപ്പോൾ അടൂര് വരെയുള്ള ടിക്കറ്റ് എടുത്ത് വരാനാണ് KSRTC ബസ്സിൽ കയറിയത്. സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു, കൽപ്പറ്റ ബസ് മറ്റുമായിരുന്നു. അപ്പം അതിൽ കയറിയപ്പോഴേ എൻ്റെ മോന് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ മോൻ പറഞ്ഞു, അമ്മേ ഇതേ ആ വഷളൻ്റെ സിനിമയാണല്ലോ ഇതിനകത്ത് ഇട്ടേക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ ഇതാണ് ദിലീപിൻ്റെ പറക്കും തളിക എന്നുള്ള സിനിമ ഇട്ടേക്കുന്നു. അപ്പോൾ ഞാൻ കേശവദാസപുരത്ത് നിന്ന് അടൂര് വരെ 2-2.5 മണിക്കൂർ ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇപ്പോഴത്തെ